ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഇന്ന് നമുക്കൊരു പ്ലെയർ റിവ്യൂ എടുക്കാം. നമ്മുടെ ഇന്നത്തെ പ്ലെയറാണ് ബിന്നി സെബാസ്റ്റ്യൻ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ പുള്ളിക്കാരത്തി ഒരു ആക്ട്രസ് ആണ്. ഈ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയപ്പോൾ തൊട്ട് ഇതുവരെ ബിന്നി എന്ന് പറയുന്നൊരു പ്ലെയറിന് ഇൻഡിവിജ്വലായിട്ട് ഒരു കണ്ടൻറ്റും മേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പുള്ളിക്കാരിയെ വളരെ ചുരുക്കമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഇന്നത്തെ ടാസ്കിന് നമ്മുടെ വൈൽഡ് കാർഡ്സ് വരെ സ്ക്രീൻ സ്പേസ് കിട്ടുന്നതിൽ 8 അവസാനമാണ് ബിന്നിക്ക് കൊടുത്തേക്കുന്നത്. സംഭവം സത്യമാണ്. നമ്മൾ ഇതുവരെ പുള്ളിക്കാരത്തിനെ ശരിക്കും ഒന്നും കണ്ടിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ ആറയിലൂടെയൊക്കെ സംസാരിച്ചിരിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ യാഥാർത്ഥ്യം എന്നാന്ന് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ ബിന്നി എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ ഉണ്ടല്ലോ, ഈ പുള്ളിക്കാരത്തി ഒരു സൈലൻറ്റ് കില്ലറാണ്. കാരണം ഓൾമോസ്റ്റ് എല്ലാ ഫൈറ്റ്സിലും ഈ ബിന്നിയുടെ ഒരു കുത്തിത്തിരിപ്പ് നമ്മൾ തുടക്കത്തിൽ കണ്ടിട്ടുണ്ട്. കാര്യം അധികം ഷൗട്ട് ചെയ്യുന്നതും അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഓരോരുത്തരോടും പോയി ഇങ്ങനെ കൊശ ഇങ്ങനെ പതുക്കെ സംസാരിച്ച് അവരെ പിരികേറ്റി വിടുന്ന ഈ ബിന്നിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, പക്ഷേ ഇന്നലെ നടന്ന ആ ഒരു കാര്യത്തിൽ ഈ ബിന്നി അത്യാവശ്യം നല്ല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാണേലും അത്യാവശ്യം നല്ലപോലെ ആരിൻ്റെയൊക്കെ എടുത്ത് ഓരോന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് പുള്ളിക്കാരത്തിയുടെ ഗെയിം തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പുള്ളിക്കാരത്തിയുടെ ഈ ഒരു ഗെയിം പുറത്ത് കാണിക്കുന്നില്ല. കാരണം പുറത്ത് കാണിക്കാൻ വേണ്ടിയൊന്നും ഇല്ല ഈ ഒരു സംഭവത്തിൽ. പക്ഷേ പുള്ളിക്കാരത്തി വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ പുള്ളിക്കാരത്തി ഓരോ മൂവും ചെയ്യുമ്പം ബിഗ് ബോസ് അത് കറക്റ്റായിട്ട് പുറത്ത് വിടുന്നുണ്ടെന്ന്. അതിൻ്റെ ഒരു തെളിവ് നമുക്ക് ഇന്ന് കാണാമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ വൈൽഡ് കാർഡ്സ് വോട്ട് ചെയ്തില്ലായിരുന്നോ, സ്ക്രീൻ സ്പേസ് ഏറ്റവും കുറവുള്ള ആൾക്കാരെന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റ് അല്ലായിരുന്നോ ബിന്നി? അപ്പം അത് കഴിഞ്ഞിട്ട് ബിന്നി പറയുന്നുണ്ടായിരുന്നു, ബോസ് നമ്മളെ ഒന്നും കാണിക്കുന്നില്ലേ, ഞാൻ അങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാളല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു വോട്ടിംഗ് ഒക്കെ വെച്ചുകൊണ്ടാണേലും ബിന്നിക്ക് അത്യാവശ്യം നല്ല വോട്ട് കുറവാണ്. കാരണം പുള്ളിക്കാരത്തിയുടെ ഗെയിം അങ്ങോട്ട് ഏൽക്കുന്നില്ല. നമുക്കൊരു കണ്ടന്റ് ആയിരുന്നില്ല പുള്ളിക്കാരത്തിയെ കൊണ്ട്. എന്തായാലും ഇന്നുമൊക്കെ ആയിട്ട് അത്യാവശ്യം കുറച്ച് സ്ക്രീൻ സ്പേസ് ഒക്കെ പുള്ളിക്കാരത്തിക്ക് കിട്ടി. അതെന്നാന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിക്ക് മനസ്സിലായി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം നല്ല ബഹളം വെച്ചാലേ പുറത്തേക്ക് ബിഗ് ബോസ് വിടത്തുള്ളെന്ന്. പിന്നെ ഇനി എത്ര കാലം ഇവിടെ ഉണ്ടാവും എന്നറിയത്തില്ല. എനിക്ക് തോന്നുന്ന അധികം കാലമൊന്നും കാണത്തില്ലായിരിക്കും, അൺലെസ് പുള്ളിക്കാരത്തിയുടെ ഗെയിം ചേഞ്ച് ചെയ്യാണ്ട്. നിങ്ങൾക്ക് എന്നാണ് പറയാനുള്ള ബിന്നിയുടെ ഗെയിമിനെ കുറിച്ച്? കമൻറ്റ് ബിലോ. അപ്പം കൂടുതൽ ബിഗ് ബോസ് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.